ആഗോള ടെക് ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തരംഗം സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ വെറുമൊരു കാഴ്ചക്കാരനല്ല. ഗൂഗിളിൻ്റെ ജെമിനിക്കും ഓപ്പൺ എയുടെ ChatGPTക്കും വെല്ലുവിളിയായി ഇന്ത്യയുടെ സ്വന്തം AI പ്ലാറ്റ്ഫോം എത്തിക്കഴിഞ്ഞു. സർവം AI വെറുമൊരു ടെക് സ്റ്റാർട്ടപ്പ് അല്ല ഇത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പരമാധികാരം അഥവാ സോവറിൻ AI ലക്ഷ്യമിട്ടുള്ള വലിയൊരു കുതിച്ചുചാട്ടമാണിത്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന മിക്ക AI ടൂളുകളും വിദേശ നിർമ്മിതമാണ്. അവയ്ക്ക് ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യമോ നമ്മുടെ സങ്കീർണമായ രേഖകളോ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ ഡാറ്റ പുറത്തേക്ക് പോകുന്നു, പകരം നമുക്ക് ലഭിക്കുന്നതോ അവർ നിർമ്മിച്ച ടൂളുകൾ മാത്രം. ഈ ഒരു പ്രശ്നത്തിനാണ് സർവം AI അന്ത്യം കുറിക്കുന്നത്. രണ്ട് പ്രധാന കരുത്തുകളാണ് സർവം AIക്കുള്ളത്. ആദ്യത്തേത് സർവം വിഷൻ. സർക്കാർ ഓഫീസുകളിലെയും മറ്റ് സങ്കീർണമായ ഫയലുകൾ, കൈപ്പടയിലുള്ള കുറിപ്പുകൾ സ്കാൻ ചെയ്ത് രേഖകൾ എന്നിവ കൃത്യമായി വായിച്ചെടുക്കാൻ ഇതിന് സാധിക്കും. അതിശയകരമായ കാര്യം എന്തെന്നാൽ ഒരു പ്രത്യേക ബെഞ്ച് മാർക്ക് ടെസ്റ്റിൽ ഗൂഗിളിൻ്റെ ജെമിനിയെ പോലും പിന്നിലാക്കി 84.3% കൃത്യതയാണ് സർവം വിഷൻ കാഴ്ചവെച്ചത്. രണ്ടാമത്തേത് AIക്ക് ഇന്ത്യൻ ശബ്ദം നൽകുന്ന ബുൾബുൾ. എഴുതി നൽകുന്ന കാര്യങ്ങൾ 11 ഇന്ത്യൻ ഭാഷകളിലായി 35-ലധികം വ്യത്യസ്ത ശബ്ദങ്ങളിൽ സംസാരിക്കാൻ ബുൾബുളിന് കഴിയും. വരും ദിവസങ്ങളിൽ ഇത് 22 ഭാഷകളിലേക്ക് വ്യാപിക്കും. സാധാരണക്കാരിലേക്ക് AI സാങ്കേതികവിദ്യ എത്തിക്കാൻ ഇത് വലിയ പങ്ക് വഹിക്കും. കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയാണ് ഇന്ത്യയുടെ AI മിഷനായി മാറ്റിവെച്ചിരിക്കുന്നത്. ഹഗ്ഗിംഗ് ഫേസ്, നമ്മി തുടങ്ങിയ കമ്പനികൾക്കൊപ്പം സർവം AI കൂടി ചേരുന്നതോടെ ഇന്ത്യ ഇനി AIയുടെ ഉപഭോക്താവ് മാത്രമല്ല, ലോകത്തെ നയിക്കുന്ന നിർമ്മാതാവ് കൂടിയാകും.